മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കട്ടെ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഇതോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ, ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളിച്ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ആദിയിൽ തൻ്റെ വചനത്താൽ ആകാശവും ഭൂമിയും ഉളവാക്കി. പാഴും ശൂന്യമായി കിടന്ന ഭൂമിയുടെ മേൽ വലിയ പരിവർത്തനങ്ങൾ ഉളവാക്കി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലത്തെയും, സകല പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചാക്കി. അതിനുശേഷമായിട്ട് ഒരു പുതിയ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഇവിടെ യെശയ്യാപ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത്. ഈ ഭൂമിയും ഈ ആകാശവും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. കാലത്തികവെങ്കിൽ ദൈവത്തിൻ്റെ ആ തക്ക സമയത്ത് ഈ ഭൂമിയെയും ഈ ആകാശത്തെയും മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് പുതിയതൊന്ന് സൃഷ്ടിക്കും. ആ പുതിയത്, അതിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഈ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിൽ വഴിയൊരുക്കുന്നവൻ, നിർജ്ജന പ്രദേശത്ത് നദികളൊരുക്കുന്നവനായ ആ ദൈവം ആ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ പാപമില്ലാത്ത നിത്യകാലം ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരികയാൻ പോണ്. ഇവിടെ പറയുന്നത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നദ്ധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. താഴോട്ട് വായിക്കുമ്പോൾ, ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഈ പുതിയ ആകാശഭൂമിയിൽ ദൈവം പുതുതായി സൃഷ്ടിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവം നമ്മോടുകൂടെ നിത്യകാലം വസിക്കുന്നതായ അനുഭവം. പഴയത് മുഴുവൻ നീങ്ങിപ്പോകുവാൻ ഇടവരുത്തും. ക്രിസ്തുവിലായ ഒരു വ്യക്തിയെക്കുറിച്ചും 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പഴയത് കഴിഞ്ഞും, പഴയതിനെ ഒരു മോഡിഫൈ ചെയ്തോ ട്രാൻസ്ഫോം ചെയ്തോ കൊണ്ടുവരുന്ന അവസ്ഥയല്ല, അതിലുപരിയായിട്ട് പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് കൊടുക്കുകയാണ്. ആ പ്രവൃത്തിയുടെ ഒരു പൂർത്തീകരണം എന്നോണമാണ് ഈ പുതിയ ആകാശവും ഭൂമിയും നമുക്കായി ഇറങ്ങി വരുന്നതായി നാം കാണുന്നത്. കർത്താവിൻ്റെ ആ മഹത്വകരമായ പ്രത്യേകത പുതുതാക്കുന്ന ആ ദൈവകൃപയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനുമായി രൂപാന്തരപ്പെടുത്തുവാൻ, പുതിയതാക്കി തീർക്കുവാൻ, പഴയതിനെ കളഞ്ഞ് പഴയതിനെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ പുതിയതായി നമ്മെ രൂപാന്തരപ്പെടുത്തിട്ട് പുതിയ ആകാശ പുതിയ ഭൂമികളെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായി നാം കണ്ടതുപോലെ നമ്മുടെ ജീവിതവും ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ സ്വർഗത്തിൽ നിന്ന് ഉള്ള ആ വിത്തിനാൽ, അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് ആ വിത്തിനാൽ നാം വീണ്ടും ജനിക്കപ്പെട്ടവരായി പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഓരോ ദിവസവും നമുക്കിടയാകണം. ആ പുതിയ സൃഷ്ടികൾക്കാണ്, ആ പുതുക്കപ്പെട്ട മനുഷ്യനാണ് പുതിയ ആകാശഭൂമിയിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ആഴത്തിൽ ചെന്നിറങ്ങട്ടെ. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം, പഴയത് കഴിഞ്ഞു പോയ അനുഭവം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ആ പുതുവാന ഭൂമിയിൽ സന്തോഷത്തോടെ കർത്താവിനോടൊപ്പമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ.
ഇന്ന് പകലിൽ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.